പിന്നെ മന അന്വേഷിച്ച് പിന്നെ വന്നു തത്തമ്മ. വാവ്, ഞങ്ങളുടെ വീട്ടിൽ തത്തമ്മ വന്നേ. എൻ്റെ വൈഫ് പഴം കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ അരി കൊടുക്കുക. നിറച്ച് അവിടെ ഇപ്പഴും കഴിയും. നല്ല വിശപ്പുണ്ട് എൻ്റെ അമ്മ. ഇച്ചിരി അതിക്കൂട്ടെ ഇച്ചിരി വെള്ളം കൊടുക്കും ഒരു പാത്രത്തിൽ. അതിക്കൂട്ടാ ഇച്ചിരി വെള്ളം കൊടുക്കും ഒരു പാത്രത്തിൽ. ഇച്ചിരി വെള്ളം എടുത്തോണ്ടോ ചെല്ലി. നല്ല വിശപ്പുണ്ടോ അവൾക്ക്. എന്താ അരി ചെല്ലി ഇത്തിരി വെള്ളം എടുത്തോണ്ടോടാ. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തോണ്ടോ. ആയിക്കോട്ടാ ഇച്ചിരി വെള്ളം എടുത്തുണ്ടോ പാത്രത്തിൽ. അപ്പം എടുക്കുവാ. നല്ല വിശപ്പുണ്ട് പൊന്നെ. കഴിച്ചോ തത്തമ്മ, കഴിച്ചോടി പൊന്നെ, കഴിച്ചോ. കുറേ നേരം എവിടെയാ ഓലയൊക്കെ വന്നിരിക്കണത്. ഞാനിങ്ങനെ അനങ്ങാണ്ടിരിക്കണത്. അത് കഴിഞ്ഞ് പതിയെ അവിടെ വന്നിരുന്ന് ആ കേബിളമ്മ വന്നിരുന്ന്. പിന്നെ പറന്ന് നേരെ ഇങ്ങോട്ട് വന്നു. അപ്പം തന്നെ അരി എൻ്റെ കയ്യിൽ നിന്ന് കുറേ അരി കഴിച്ചു. എൻ്റെ കയ്യമ്മ കൊത്തനടാ. എന്തോ ദേഷ്യമുണ്ട് എന്നോട്. എന്നാ അരി പഴം കഴിക്കണ കാരണം അന്ന് പാലാരോട്ടത്തോന്നാണ് അടിക്കണ്ടവാ. എത്ര ദൈവമേ, എത്ര വർഷങ്ങൾക്ക് മുമ്പോളം തിരിച്ചു വന്നേക്കണത്. പിന്നെ വെള്ളം കൊടുക്കാം. വെള്ളം കുടിക്കോ ഇതിന്ന്. അമ്പോ അടിപൊളി. ഇനി കുളിച്ചോ. അടിപൊളി, നൈസ്. ഞങ്ങളുടെ വീട്ടിൽ തത്തമ്മ വന്നേ. അവനെ വിളിക്കടാ, കാണിച്ചു കൊടുക്കടാ. ആയിക്കോട്ടെ. പഴം കഴിക്കണത് എന്ത് സൂപ്പറാണ്. എന്നാ അച്ഛൻ വെള്ളം കൂടി കുടിക്കും. ഒരു പഴം കൂടി കുത്തിക്കരി കൂടെ. പഴം ഇഷ്ടമെന്ന് പറഞ്ഞിട്ടോ നല്ലപോലെ കഴിക്കുന്നുണ്ട്. അടിപൊളി. കഴിച്ചൊടി മുത്തേ. നിന്നെ പിടിച്ച് ഞങ്ങൾക്ക് കൂട്ടലൊന്നും ആക്കൊന്നുമില്ല. ഏട്ടാ അടിപൊളിയായിട്ട് കഴിച്ചു. എല്ലാ ദിവസവും വന്നാൽ എല്ലാ ദിവസവും തരാം പഴം കഴിക്കാനായിട്ട്. കടലയും പഴവും പരിപ്പും ഹോർലിക്സും പായസവും എല്ലാം തരാം. അടിപൊളി. എല്ലാ ദിവസവും വരണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ദിവസം പോലും മുടങ്ങാതെ വരണം. ഓക്കെ അല്ലേ? വരുവാ. നശ വെള്ളം കുടിക്കും. നശ വെള്ളം കുടിക്കേ. അത് ഇറങ്ങട്ടെ പഴം. ഇച്ചിരി വെള്ളം കുടിക്കൂ. മുത്തല്ലേ. എന്താ ആദ്യക്കൂടെ ഭയങ്കര ഹാപ്പി. എന്താ പോലെ പറ. വെള്ളം കുടിക്കാൻ പറഞ്ഞേ. വെള്ളം കുടിക്കാൻ പറ. വെള്ളം കുടിക്കുമെന്ന് പറ. അങ്ങനെ പറ. തത്തമ്മേ വെള്ളം കുടിക്കടി തത്തമ്മേ. കള്ളിത്തത്തമ്മേ. ഇനി വെള്ളം, ഇച്ചിരി വെള്ളം. നിൽക്കുക. അവൾ വേണമെന്ന് കുടിച്ചോളും. അവൾ എൻ്റെ തോളത്ത് വന്നിരിക്കാനുള്ള പരിപാടിയായിരുന്നു ആയിക്കോട്ടെ. എന്നിട്ട് പറന്ന് നേരെ ഫാനിൽ വന്നിരുന്ന്. ശരിക്കും എന്നെ കുറേ നേരമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ. എന്നിട്ട് തോളത്ത് വന്നിരിക്കാനുള്ള പരിപാടിയായിരുന്നു ആ ചെടിക്ക്. അന്ന് പലരെടുത്ത് വന്നപ്പോൾ തോളത്ത് വന്നിരുന്നില്ലേ? ഇതൊക്കെ ഇന്നമ്മ തക്കാളിയൊക്കെ കൊടുത്തില്ലേ? ഓർക്കണ്ട പൊന്നി? നമ്മ പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റത്തെ വീഡിയോ നമ്പർ അതായിരുന്നു. ആയിക്കോട്ടെ. അതിന് കല്ലെറിഞ്ഞ് ഓടിക്കട്ടെ. ഒരു പൂച്ച അതിൽ വന്നിട്ട്. ഇല്ല പൊന്നവൻ ചെയ്യൂല. അവനെ ഞാൻ നോക്കിക്കോളാം. അവൻ ചെയ്യില്ല കേട്ടാ. അപ്പടിയും കഴിച്ചോ. വെള്ളം കുടിക്കണോ? നല്ല വിശപ്പുണ്ട് അടി ഇന്നമ്മ. ദൈവമേ, എൻ്റെ കയ്യമ്മ കൊത്തനായിരുന്നു അരി കഴിക്കാതെ. എന്നാ ചീപ്പ് വെള്ളം കുടിക്ക്. എന്നാ ഞാൻ മാറ്റി വെക്കും വെള്ളം. പഴം കഴിക്കുന്നത് കഴിഞ്ഞാൽ അരിമ മൈൻഡ് ചെയ്യൂല. ആദ്യക്കൂട്ടാ വാ. ആദ്യക്കൂട്ട ഇങ്ങനെ വന്നേ. ഇനി പൊന്ന് വെച്ച് കൊടുത്തേ അപ്പം. പഴം പൊന്ന് കൈ പിടിച്ചു കൊടുക്ക്. വീഡിയോ എടുക്കാൻ അച്ചായിക്ക്. പൊന്ന് പിടിച്ചു കൊടുക്കട്ടെ. പൊന്ന് പിടിച്ചോ. പഴത്തെ പിടിച്ചോ. കൊടുത്തോ. അങ്ങനെ പിടിച്ചോണ്ടിരുന്നോ കേട്ടോ. അവൾ കഴിച്ചോളും. തന്നെ കഴിച്ചോളും. അപ്പോൾ ആയിക്കോട്ടെ. അടിപൊളി. ഞങ്ങളുടെ വീട്ടിൽ വന്നതാണ് അതിഥി. ഞങ്ങളുടെ ഇന്നത്തെ അതിഥി. വെള്ളം വേണോ? വെള്ളം വേണമെന്ന് തോന്നണം കേട്ടോ ചേട്ടിക്ക്. വെള്ളം വേണടാ. ആയിക്കോട്ടെ.
അപ്പടിയും കുളിച്ചോ, കുളിച്ചോ നീ വെള്ളത്തിൽ. നല്ല വെള്ളം നോക്കണേ. എൻ്റെ കയ്യമ്മ കൊത്താൻ നോക്കണേണ്ട, എൻ്റെ കയ്യമ്മ കൊത്തിയാൽ ശരിയാക്കി ഞാൻ. ഇനി എന്താ പരിപാടി? എൻ്റെ കയ്യമ്മ കൊത്തിയാൽ ഇട്ടുകളി കേട്ടാ. കയ്യമ്മ കൊത്തല്ലേ, കൊത്തല്ലേ, എനിക്ക് കൊത്തല്ലേ, എൻ്റെ കയ്യമ്മ കൊത്തത് ഞാൻ ഇട്ടുകളി. എൻ്റെ കയ്യമ്മ കൊത്തല്ലേ. തോളത്തിരിക്കണോ എളുപ്പമാണ്, പറക്കാൻ പറ്റുള്ളൂ എന്ന് പറയാ. അതാ കാര്യം. എന്നാ വെള്ളം താഴ്ത്ത് വെച്ചുതരാം. എന്നാ കുളിച്ചോ നീ വെള്ളത്തിൽ. പറക്കാൻ പറ്റുള്ളതെന്ന് തോന്നുന്നു, അതാ കാര്യം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരെങ്കിലും കടിച്ചാൽ പിടിച്ച് പതിയകത്തേക്ക് കയറിക്കും. നോ പ്രോബ്ലം. കളിപ്പാട്ട് കൊടുക്കാൻ പോകണം. ആദ്യക്കൂട്ടിൻ്റെ കളിപ്പാട്ട് എടുക്കാൻ പോകണമെന്ന് തോന്നണട്ടാ.